ഹലോ. അപ്പോൾ ഇത് രാവിലെ ഏർലി മോർണിംഗ് ആണ്, ഒരു 5 മണി. അപ്പം വെളുപ്പിന് എഴുന്നേറ്റ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കയറി. അപ്പോൾ വെളുപ്പിനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാറാക്ക് ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സാറാ മോളെ വെളുപ്പിനെ സ്കൂളിൽ വിടാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്തു, ഒരു 2 ഏത്തപ്പഴം എടുത്തു. അതിന് ശേഷം ഫ്രിഡ്ജ് തുറന്നിട്ട് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെ എടുത്തു. കുറച്ച് ഗ്രേപ്സ് എടുത്തു. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ഏത്തപ്പഴം വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഗീയിൽ ഇട്ട് കൊടുക്കാത്തത് സ്കൂളിൽ അത് കഴിക്കുമ്പോഴത്തേനും ഗീ ആകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ലും ആ ഒരു കയ്യിൽ പറ്റലും ഡിസ്റ്റർബ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ വെച്ച് ഗീയിൽ സോട്ട് ചെയ്യും. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ബനാനയിൽ സോട്ട് ചെയ്യും. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടതാ ഞാനെടുത്ത് എല്ലാം അവൾക്ക് ഇന്ന് സ്നാക്ക് ബോക്സിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ അടുപ്പിക്കുകയാണ്. അപ്പോൾ ആപ്പിൾ എടുത്തു, ബനാന എടുത്തു, ഗ്രേപ്സ് എടുത്തു, നട്ട്സ് എടുത്തു, അതുപോലെ തന്നെ ലെമൺ കുക്കീസ് എടുത്തു. പിന്നെ അതിന് ശേഷം കൊച്ചിൻ്റെ യൂണിഫോമൊക്കെ ഞാൻ തേച്ച് ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സൈറുവിൻ്റെ കൈ എത്താത്ത സ്ഥലത്ത് ഞാൻ തൂക്കിയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വേറെ എവിടെ തൂക്കിയാലും സൈറു എന്തെങ്കിലും വന്ന് തേച്ച് വെച്ചാലോ എന്ന് പേടിച്ചിട്ട്. പിന്നെ സാറയുടെ ഷൂ നോക്കിയപ്പോൾ കുറച്ച് ഡേർട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ടിഷ്യൂ എടുത്ത് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് എടുത്തിട്ട് നനഞ്ഞ തുണിയെടുത്ത് ജസ്റ്റ് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇതെന്ന് പറയുന്നത് സാറാക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകേണ്ട കുറച്ച് ഒബ്ജക്ട്സ് ആണ്. പിന്നെ സാറയുടെ സോക്സ് കാര്യങ്ങൾ. അതിന് ശേഷം ഞാനിതാ ഐറ്റംസൊക്കെ ഒന്ന് അടുപ്പിച്ചതിന് ശേഷം കിച്ചണിലെ കാര്യത്തിന് പോയി. കുറച്ച് വെളിച്ചെണ്ണ ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചു. അതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ബനാന കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും ഞാൻ 2 ബനാന എടുത്ത് വെച്ചെങ്കിലും ഒരു ഏത്തപ്പഴമാണ് ഞാൻ എടുത്തുള്ളൂ. മറ്റേത് മാറ്റി ഞാൻ ഈ ഒരെണ്ണം കൊണ്ട് വേണം സാറാക്ക് സ്നാക്ക് ബോക്സിലും കൊടുത്തു വിടും. അതുപോലെ തന്നെ രാവിലെ ഇപ്പോൾ വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു സ്കൂളിൽ വിടുന്നതിന് മുന്നോടിയായിട്ട് ഒരു സ്നാക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ 2 പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്നാക്ക് ബോക്സിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ റെഡിയാക്കുന്നതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഏറ്റവും എന്നും ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേനാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. വീക്കെൻഡ്സിൽ കുറച്ചും കൂടെ കിടക്കും. വീക്ക് ഡേയ്സിൽ ഞാനൊരു 4:30 ഒക്കെ ആകുമ്പോൾ എണീറ്റതിന് ശേഷം ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ബ്രഷ് നിസ്കാരവും കാര്യങ്ങളും അങ്ങനെയുള്ള നമ്മുടെ മോർണിംഗ് പ്രയറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പയ്യനെ സമാധാനമായിട്ട് കിച്ചണിൽ കയറാറാണ് പതിവ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 to 5:30 എന്ന് പറയുന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ വളരെ ഹറിബറി ആയിട്ട് സാറയുടെ കാര്യങ്ങളെല്ലാം ഒരുക്കുന്ന ഒരു സമയമായിരിക്കും. അതിനുശേഷമാണ് പയ്യനെ സാറാനെ എണീപ്പിക്കുന്നതും. അതിനുശേഷമാണ് സാറയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് അവളുടെ ഗ്രേപ്സും ആപ്പിളും ഒക്കെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഓരോന്ന് നന്നായിട്ട് വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് നനവൊക്കെ മാറ്റി തുടച്ചതിന് ശേഷമാണ് നമ്മൾ സ്നാക്ക് ബോക്സിൽ വെക്കുന്നത്. കിച്ചണിലെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഞാൻ ടേബിളിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ആപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. ഗ്രേപ്സ് നല്ലതായിട്ട് ഓരോന്ന് വിടിച്ചെടുത്ത് നന്നായിട്ട് ഗ്രേപ്സ് കഴുകി. പിന്നെ നമ്മുടെ ബനാന നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ബിസ്ക്കറ്റും. ഞാൻ ഈ എടുക്കുന്ന ഐറ്റംസൊക്കെ കുറച്ച് എക്സ്ട്രാ ആണ്. പക്ഷേ എക്സ്ട്രാ ഉള്ളത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് ഞാൻ സ്നാക്ക് ബോക്സിൽ കൊടുത്ത് വിടത്തില്ല. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പം വെള്ളവും എടുത്തു. എല്ലാ ഐറ്റംസും ഓരോന്നോരോന്നായിട്ട് ഞാൻ വെക്കുകയാണ്. അപ്പോൾ സ്നാക്ക് ബോക്സിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവൾക്ക് ഈ ഗ്രേപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സീഡ്ലെസ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം സൈസൊക്കെ ആയിട്ടുള്ള ഗ്രേപ്സ് ആണ്. അപ്പോൾ സൈറൂനാണെങ്കിലും ഇപ്പം ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. നമ്മളത് നന്നായിട്ട് കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. സാറാക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്ത് ടേബിളിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടി എടുത്തിട്ട് അതിൻ്റെ മിച്ചം ടേബിളിൽ
കുടിക്കുമ്പോൾ നമ്മൾ കഴിക്കും, ഞാനും കഴിക്കും. അല്ലാതെ നമ്മളിപ്പോൾ കുറച്ച് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷൻ മാത്രം സ്നാക്ക് ബോക്സിൽ കൊടുത്തങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് കഴിപ്പ് ഞാനങ്ങ് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാനപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് ടേബിളിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാറാക്ക് എടുക്കുന്ന ഒപ്പം തന്നെ കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് ടേബിളിലേക്ക് മാറ്റും. എന്താണെന്ന് വെച്ചാൽ പിന്നീട് എനിക്ക് കഴിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷുവറായിട്ടും കഴിക്കേണ്ടതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഓരോ ഫ്രൂട്ട്സിലും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, ഓരോ വെജിറ്റബിൾസിലും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഡെയിലി റുട്ടീനിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം, അത് ഷുവറാണ്. പിന്നെ അതിനുശേഷം ഇതാ സാറാക്ക് വേണ്ടിയിട്ടുള്ള സാറയുടെ ബാഗ് ഞാൻ ഒരുക്കുകയാണ്. അവൾക്ക് എക്സ്ട്രാ ഒരു ഡ്രസ്സ് സ്കൂളിൽ വെക്കണമല്ലോ, അപ്പോൾ അത് വെച്ചു, അവളുടെ ഡയറി വെച്ചു. ഇനി ഇതിൻ്റെ വിശേഷം ഞാൻ പറയാം. സാറായ്ക്കൊക്കെ ഇപ്പോൾ സ്കൂളിൽ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓരോരോ ബാച്ചായിട്ട് മൂന്ന് ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇന്ന് മോൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ലെറ്റർ ഇയും ലെറ്റർ എച്ചും പിന്നെ ലെറ്റർ ആറും, ERH അതാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്ട്സ് കുട്ടികൾക്ക് കൊടുത്തു വിടണം. അപ്പം ഞാൻ 6 നോക്കിയപ്പോൾ, വീട്ടിൽ നോക്കിയപ്പോൾ റോസ് ഫ്ലവർ, ഓക്കെ. E നോക്കിയപ്പോഴത്തേനും എന്താണ് എറേസർ, അതുപോലെ തന്നെ H നോക്കിയപ്പോൾ ഹാങ്കർ. അങ്ങനെ ഞാൻ അവൾക്ക് ഒബ്ജക്ട്സൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തതാണ്. അതിനുശേഷം സൈറ, എനിക്കറിയത്തില്ല, ഈ വെളുപ്പാങ്കാലത്ത് സൈറ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ പരിപാടിയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീഡിയോ എടുപ്പും കാര്യങ്ങളും എല്ലാം എനിക്ക് വേണമല്ലോ. കാരണം ഞാൻ വളരെ സമാധാനമായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുത്താണ്, സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ഹർബറി ആണെങ്കിൽ പോലും മോർണിംഗ് റൂട്ടീൻ പോകുന്നത്. ഇനി സാറാനെ ഞാൻ റെഡിയാക്കി അവളെ കുളിപ്പിച്ചു, അവളുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അവൾക്ക് ചെറിയൊരു ഫീവർ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവൾക്ക് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് ഞാനൊരു ടവൽ പിൻ ചെയ്ത് യൂണിഫോമിൽ തന്നെ വെച്ച് കൊടുക്കുന്നതാണ്. കാരണം കുഞ്ഞായതുകൊണ്ട് മോള് ടവൽ അവിടെ ഇവിടെയൊക്കെ കളയും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ടവൽ എടുത്ത് വേണം കൊച്ച് തുമ്മലൊക്കെ വരുവാണെങ്കിൽ പൊത്തിപ്പിടിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ എന്നൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശേഷം ഇന്ന് അവൾക്ക് ക്ലാസ്സിൽ പോയിട്ട് മിസ്സ് ചോദിക്കുന്ന കാര്യങ്ങൾ അവളെ ഞാനൊന്ന് ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താന്ന് ഞാൻ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ആദ്യം അവൾക്ക് അത്ര അറിവില്ലായിരുന്നു, പിന്നീട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ റോസ് ഫ്ലവർ, എറേസർ, ഹാങ്കർ. എനിക്ക് ഈ ഹാങ്കർ അവളുടെ ബാഗിൽ കയറുമോയെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തു. സുഖമായിട്ട് ചരിച്ച് വയ്ക്കുമ്പോൾ സുഖമായിട്ട് കയറും, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ല ഓരോ വെറൈറ്റീസൊക്കെ കൊച്ചുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവൾക്ക് തന്നെ ചിരി വരുന്നു. ഞാൻ ഹാങ്കറൊക്കെ പൊക്കി പിടിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് തന്നെ, കാരണം ഞാൻ എച്ച് കൂട്ടിയിട്ടുള്ള വേറൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹാറ്റ്, അതിവിടെ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഹാറ്റ് ബാഗിൻ്റെ അകത്ത് കുത്തിത്തിരികെ കൊടുക്കുന്നതിനേക്കാളും നല്ല ഹാങ്കറാണെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഇന്നത്തെ പ്രഭാതം. അപ്പോൾ ഇന്നത്തെ പ്രഭാതം ഞാൻ നോക്കുകയാണ്. എൻ്റെ പണിയൊക്കെ ഒതുങ്ങിയല്ലോ, കാരണം സ്നാക്ക് ബോക്സ് കെട്ടി സാറയുടെ ബാഗെല്ലാം റെഡിയാക്കി, സാറാനെ റെഡിയാക്കി ഇത് സെറ്റിയിലിരുത്തിക്കിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രഭാതമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഇക്കായും റെഡിയായി വന്നു. കൊച്ചിതാ ടാറ്റ ഒക്കെ തന്ന് സലാമൊക്കെ പറഞ്ഞ് കൊച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ സാറ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല ഓക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സാറാനെ ഇക്ക താഴെ കൊണ്ടുവിടും. ബസ് ഇവരിപ്പോൾ ഒരു 5:55 ആയിട്ടുണ്ട്. കറക്റ്റ് 6 o'clock ഷാർപ്പ് 6 ആകുമ്പോഴത്തേനും നമ്മുടെ ബസ് താഴെ വരും. അപ്പോൾ സൈറു എണീറ്റു. ഇനിയിപ്പോൾ എണീറ്റ സൈറുവിനെ ഉറക്കാനായിട്ട് വയറ് നിറച്ച് പാല് കൊടുത്ത് ഉറക്കുക, അല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതല്ലേ നിവൃത്തിയുള്ളൂ. അങ്ങനെ സൈറുവിന് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ച് സൈറുവിനെ ഇനിയിപ്പം ഒരു 1 മണിക്കൂർ യുദ്ധമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ സമാധാനമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കേണ്ട ഞാനാണ്. അപ്പം പിന്നെ ഈ ചിരി എന്ന് പറയുന്നത് പാല് കണ്ടിട്ടുള്ള ചിരിയല്ല, സാറയുടെ കുറേ ഏത്തപ്പഴം അവളെടുത്ത് അവളുടെ പോക്കറ്റിൽ ചുരുട്ടി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു കള്ളത്തരം കാണിച്ചതിൻ്റെ കള്ളച്ചിരിയാണ്. അപ്പോൾ സൈറാക്ക് പാലൊക്കെ കൊടുത്തു. അതിനുശേഷം സൈറു തിരികെ വെച്ചിരുന്ന ബനാന ഒക്കെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വലിച്ചു മേടിച്ചു. പിന്നെ എൻ്റെ സാറയുടെ കഴുത്തിൽ നിന്ന് മാല ഞാൻ ഊരി, വീക്കെൻഡ് ആയതുകൊണ്ട് മാല ഇട്ടിരുന്നു, അപ്പം മാല അത് ഊരി മാറ്റിയതാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു
കൊച്ചു വിശേഷം, ഒരു കൊച്ചു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ഹോം വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ 1K അടിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ 1K അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് ഞാനിത്. അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടിക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കിച്ചൺ ക്ലീനിങ് ആണ് ഞാൻ. അപ്പോൾ നല്ല എന്താണ് നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് ഇന്നത്തെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.